Okay, let us start. We are discussing in our last class about states of India. അല്ലേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. Okay, if any doubt? എല്ലാവർക്കും കിട്ടിയില്ലേ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ? കറക്റ്റ് ആയിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതിൽ നമ്മൾ എന്താണ് ചില ടെക്സ്റ്റിൽ 29 സ്റ്റേറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, ചിലതിൽ എന്താണ് 28 സ്റ്റേറ്റ്സേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പുതിയ ടെക്സ്റ്റിൽ 29 സ്റ്റേറ്റ്സും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. എല്ലാവരും അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വാട്ട്സ് ഇൻ എ നെയിം അല്ലേ? എന്താണ് മെനി പ്ലേസസ് ഹാവ് നിക് നെയിംസ് അല്ലേ? റൈറ്റ് ദ ആക്ച്വൽ നെയിംസ് അഗെയിൻസ്റ്റ് ദ നിക് നെയിംസ് ഓഫ് ദീസ് പ്ലേസ്. ചൂസ് ഫ്രം ദ ബോക്സ് അല്ലേ? എന്താണ് ഒരുപാട് രാജ്യങ്ങൾക്ക് എന്തുണ്ട് നിക് നെയിം ഉണ്ട് എന്നാണ് പറയുന്നത്. രാജ്യങ്ങള് ഓർ പ്ലേസ് അല്ലേ? ഒരുപാട് സ്ഥലങ്ങൾക്ക് എന്താണ് നിക് നെയിം ഉണ്ട് അല്ലേ? വാട്ട് ഇസ് നിക് നെയിം? നിക് നെയിം എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് നിക് നെയിം എന്ന് വെച്ചാല്? എന്താണ് മോനെ ശ്രീദേവേ? നിക് നെയിം എന്ന് വെച്ചാൽ എന്താണ് ശ്രീദേവ്? അറിയാമോ നിക് നെയിം? ഓക്കെ, നിക് നെയിം എന്ന് വെച്ചാല് നമ്മള് ഓമന പേരിട്ട് വിളിക്കില്ലേ എന്തെങ്കിലും അതർ നെയിം അല്ലേ? അതിന്റെ ഒറിജിനൽ നെയിമിനേക്കാൾ നെയിം കൂടാതെ വേറെ എന്തെങ്കിലും ഒരു നെയിം ഇട്ട് വിളിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്താണ് നമ്മളെല്ലാവരെയും എന്തെങ്കിലും നിക് നെയിം ഇട്ട് വിളിക്കാറുണ്ട് അല്ലേ? അപ്പു, ഉണ്ണി, മാളു, അമ്മു, ചക്കി എന്നെല്ലാം വിളിക്കൂലേ നമ്മളെ വീട്ടില്? നമ്മുടെ ആക്ച്വൽ നെയിം അതാണോ? അല്ല അല്ലേ? നമ്മുടെ ആക്ച്വൽ നെയിം കൂടാതെ നമുക്ക് വേറൊരു നെയിം ഉണ്ടാവും അല്ലേ? അതിനാണ് നിക് നെയിം എന്ന് പറയാ. എന്താണ് നിങ്ങളുടെ നിക് നെയിം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം? നിങ്ങളുടെ വീട്ടിൽ വിളിക്കുന്ന നിങ്ങളുടെ പേരാണ് പറയേണ്ടത് അല്ലേ? നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ചിലപ്പോ എന്താണ് നമ്മുടെ ഒറിജിനൽ നെയിം അല്ല വിളിക്കുക അല്ലേ? നമ്മുടെ വീട്ടിൽ എന്താണ് നമ്മളെ ശ്രീദേവ് എന്നും ദേവാഞ്ജന എന്നും എന്താണ് മുഹമ്മദ് ഷംവി എന്നൊക്കെയാണ് നമ്മളെ വീട്ടിൽ വിളിക്കുക അല്ല അല്ലേ? ചിലപ്പോ എല്ലാരെയും എന്താണ് എല്ലാവർക്കും നിക് നെയിം ഉണ്ടാവണമെന്നില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ പാരന്റ്സ് വിളിക്കുന്ന ഒരു നെയിം ഉണ്ടാവും നമുക്ക് അല്ലേ? അതിനെയാണ് നിക് നെയിം എന്ന് പറയാ. അപ്പൊ അതുപോലെ എന്താണ് മെനി പ്ലേസസ് ഹാവ് നിക് നെയിംസ് അല്ലേ? സ്ഥലങ്ങൾക്ക് എന്തുണ്ട് നിക് നെയിം ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങൾക്ക് എന്താണ് നമ്മുടെ ഇപ്പോ കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയില്ലേ? കേരളം ഇസ് ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ? അതെന്താണ് കേരളത്തിന്റെ നിക് നെയിം ആണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വെച്ചാൽ കേരളത്തിന്റെ നിക് നെയിം ആണത്. അതുപോലെ ഡിഫറെന്റ് സ്ഥലങ്ങൾക്ക് എന്താണ് നിക് നെയിംസ് ഉണ്ട്. അപ്പൊ അതെന്താണ് റൈറ്റ് ദ ആക്ച്വൽ നെയിം അഗെയിൻസ്റ്റ് ദ നിക് നെയിം ഓഫ് ദീസ് പ്ലേസസ് അല്ലേ? ഇവിടെ എന്താണ് പിന്നെ റൈറ്റ് ദ ആക്ച്വൽ നെയിം. ഈ നിക് നെയിമിന്റെ സ്ഥാനത്ത് നിക് നെയിമിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് എഴുതണം നമ്മള്? ആ രാജ്യങ്ങളുടെ ആ പ്ലേസസിന്റെ കറക്റ്റ് നെയിം എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ട് ബോക്സിൽ കുറെ നെയിം കൊടുത്തിട്ടുണ്ട്, പ്ലേസിന്റെ നെയിം. ഇവിടെ 1 to 50 നിക് നെയിം ഉണ്ട് അല്ലേ? 1 മുതൽ 15 വരെ ഇവിടെ കുറെ നിക് നെയിംസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കൺട്രീസിന്റെ ആ പ്ലേസസിന്റെ ഒക്കെ ഒറിജിനൽ നെയിം ആ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അവര്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ബോക്സിൽ നിന്ന് ഏതൊക്കെ കൺട്രീന്റെ നിക് നെയിം ആണ് ഇത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതാണ് വേണ്ടത്. അവിടെ ബോക്സിൽ കുറെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതൊന്ന് ആരാ വായിക്കുക? മോനെ സൂര്യദേവേ അതൊന്ന് വായിച്ചേടാ, ആ ബോക്സിൽ കൊടുത്ത പേരുകള്. ജപ്പാൻ, റോം, കൊറിയ, നോർവേ. വായിച്ച മോനെ കേൾക്കുന്നില്ല മോനെ? നോർവേ, then okay, Switzerland, then New York, Stockholm, Lhasa, Finland, Scotland, Thailand, Canada, Australia, Ireland and Bhutan അല്ലേ? These are the names of place. ഇതൊക്കെ എന്താണ് different പ്ലേസസിന്റെ പ്ലേസ് ആണ് അല്ലേ? ജപ്പാൻ, റോം, കൊറിയ എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മുടെ ഇന്ത്യ, കേരളം എന്നൊക്കെ പോലെ ഡിഫറെന്റ് പ്ലേസ് ആണല്ലേ ഇത്? അപ്പൊ ആ പ്ലേസിനൊക്കെ എന്തുണ്ട് നിക് നെയിം ഉണ്ട് അല്ലേ? there are lots of nicknames of this place അല്ലേ? ഈ 15 നെയിമിനും എന്താണ് ഓരോന്നിനും ഓരോ നിക് നെയിം ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം. ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം. ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ് ലാൻഡ്? what do you mean by land? എന്താണ് അശ്വിൻ ലാൻഡ്? ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ് മോനെ അശ്വിൻ? കര. ഓക്കെ, കര ഓർ ഭൂമി അല്ലേ?
കര ഭൂമി എന്നൊക്കെ അർത്ഥമുണ്ട് ലാൻഡിന് അല്ലേ? കരയും ശരിയാണ് അല്ലേ? കര ഭൂമി ഒക്കെ സെയിം മീനിങ് ആണ് അല്ലേ? അപ്പോ ലാൻഡിന് എന്താ പറയാ? ഭൂമിന്നും കരാന്നും ഒക്കെ മീനിങ് ഉണ്ട്. ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം. മോർണിംഗ് കാം എന്ന് വെച്ചാൽ എന്താണ്? ശാന്തമായ പ്രഭാതമാണ് അല്ലെ? കാം എന്ന് നമ്മൾ പറയാറില്ലേ? കാം ആയിട്ടിരിക്കണം, കാം ആൻഡ് ക്വയറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ശാന്തമായിട്ട്. ചിലപ്പോൾ ക്ലാസ്സിൽ ബഹളമൊക്കെ വെക്കുമ്പോൾ എന്ത് പറയും? കീപ് കാം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അടങ്ങിയിരിക്കാൻ വേണ്ടി, ശാന്തമായി ഇരിക്കൂ എന്ന് പറയാറില്ലേ? അതാണ് കാം എന്നുള്ള മീനിങ്ങിന്റെ, കാം എന്നുള്ള വേർഡിന്റെ മീനിങ്. മലയാളം മീനിങ് അറിയില്ലെങ്കിൽ സൈഡിൽ ചെറിയതായിട്ട് പെൻസിലും കൊണ്ടോ മറ്റോ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു വേർഡ് കണക്ട് ചെയ്ത് വായിക്കാൻ വേണ്ടി പറ്റും അല്ലെ? ഇപ്പൊ ലാൻഡ് ഓഫ് ദ മോർണിംഗ്, മോർണിംഗിന്റെ മീനിങ് നമുക്കറിയാം. കാം എന്നുള്ളതിന്റെ മീനിങ് നമുക്ക് അറിയില്ല. മോർണിംഗ് കാം അല്ലേ? അങ്ങനെ ചോദിച്ചാൽ എന്താണ്? കാമിന്റെ മീനിങ് ശാന്തമാണെന്ന് പറഞ്ഞാൽ മോർണിംഗ് കാം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും? ശാന്തമായ പ്രഭാതമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അറിയാത്ത ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ് ചെറിയതായിട്ട് പെൻസിലും കൊണ്ടോ മറ്റോ സൈഡിൽ എഴുതി വെക്കുക. വാക്ക് പഠിച്ചു കഴിയുമ്പോൾ അത് മായ്ച്ചു കളയണം. അങ്ങനെ മലയാളത്തിൽ എഴുതി വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതത്ര നല്ല കാര്യമല്ല. എന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അറിയാത്ത വേർഡിന്റെ മീനിങ് എഴുതി അങ്ങനെ ഓരോ പാരഗ്രാഫും സെന്റൻസും ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് വായിക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോ ദ ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം, ശാന്തമായ പ്രഭാത ഭൂമി അല്ലെ? പ്രഭാതത്തില് ശാന്തമായ ഭൂമി എന്നറിയപ്പെടുന്ന പ്ലേസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം എന്നറിയപ്പെടുന്ന പ്ലേസ് ഏതാണ് അല്ലെ? ഇതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണ് അല്ലെ? നമ്മളൊരു PSC അങ്ങനെ എന്തെങ്കിലും എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താണ് ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അല്ലെ? ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം ഏതാണ്? ഏത് പ്ലേസ് ആണെന്ന് അറിയോ ആർക്കെങ്കിലും? ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം അറിയില്ല അല്ലെ? ദാറ്റ് ഇസ് കൊറിയ. കൊറിയ ആണ് ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഇത് പഠിക്കണം, നോട്ടിലേക്ക് എടുത്തെഴുതുകയും ചെയ്യണം. ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം ഏതാണ്? ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം എഴുതുക, നേരെ കറക്റ്റ് പേര് എഴുതുക. ഇതൊക്കെ എഴുതി വെക്കണം, ഇതൊക്കെ പഠിക്കുകയും ചെയ്യണം. ഇതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം നമുക്ക് ഇന്ന് മാത്രമല്ല നമ്മുടെ ഫ്യൂച്ചറിലുള്ള ഓരോ ക്ലാസ്സിലും ഇതെന്താണ് നമുക്ക് വളരെ എസെൻഷ്യൽ ആണ്. ഓക്കെ ഓക്കെ, ആഗ്നസ്, ക്രിസ്റ്റി, സിൻഡോ ആൻഡ് ആഗ്നസ് എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ ഓക്കെ, ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം ഈസ് കൊറിയ. ഓക്കെ, ക്ലിയർ? ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം കൊറിയ. ഓക്കെ, പ്രഭാതം, ശാന്തമായ പ്രഭാത ഭൂമി എന്നറിയപ്പെടുന്നത് എന്താണ്? കൊറിയ ആണ്. ദെൻ വെനീസ് ഓഫ് ദ നോർത്ത് അല്ലെ? എന്താണ് വെനീസ് ഓഫ് ദ നോർത്ത് അല്ലെ? അതായത് നോർത്തിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് അല്ലെ? വടക്കിന്റെ വെനീസ് അല്ലെ? വെനീസ് ഇസ് എ പ്ലേസ്. നോർത്തിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന പ്ലേസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. That means that is Stockholm. Stockholm is known as north of Venice of the north. Okay, spelling correct ആയിട്ട് നോക്കി എഴുതണം. ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. STOCKHOLM. സ്റ്റോക്ക്ഹോം എന്നാണ് അത് വായിക്കുക. സ്റ്റോക്ക്ഹോം. STOCKHOLM. Stockholm. Venice of the north. Stockholm is also known as Venice of the north. Okay. Okay. Stockholm. STOCKHOLM. Stockholm is known as Venice of the north. Okay. എഴുതിയില്ലേ? Is it clear? Clear. Stockholm. Okay. First one is land of the morning calm is Korea. And second one, Venice of the north is Stockholm. Okay. Venice of the north is known as Stockholm. Okay. Then city of skyscrapers. City of skyscrapers. City of skyscrapers. City of skyscrapers എന്നറിയപ്പെടുന്ന പ്ലേസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. City of skyscrapers. Skyscrapers എന്നുള്ള മീനിങ്, വേർഡിന്റെ മീനിങ് സ്കൂൾ കെട്ടിടങ്ങൾ എന്നൊക്കെ പറയും. Skyscrapers വലിയ കെട്ടിടങ്ങളെയാണ് പറയുന്നത് skyscrapers അല്ലേ? അപ്പൊ City of skyscrapers is ന്യൂയോർക്ക്. ന്യൂയോർക്ക് ആണ് അതിന്റെ ആൻസർ. ന്യൂയോർക്ക്. NEWYORK. ന്യൂയോർക്ക്. ഓക്കെ,
city of skyscrapers is New York. Okay, New York is known as city of skyscrapers. Okay, എഴുതിയില്ലേ? സൂര്യദേവ് എന്താ മോനെ എഴുതിയില്ലേ? Okay, city of skyscrapers is New York. Okay, New York is known as city of skyscrapers. Then fourth one, land of the midnight sun. Okay, land of the midnight sun. അല്ലേ? പാതിരാ സൂര്യന്റെ നാട് അല്ലേ? ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ. പാതിരാ സൂര്യന്റെ നാട് കേട്ടിട്ടുണ്ടാവും അല്ലേ ചിലപ്പോ? ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ. പാതിരാ സൂര്യന്റെ നാട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കെങ്കിലും അറിയോ? ഓക്കെ, ആദിദേവിന് അറിയാന്ന് പറയുന്നുണ്ട് അല്ലേ? ആദിദേവ് അൺമ്യൂട്ട് ചെയ്ത മോനെ. നോർവേ. ഓക്കെ, റൈറ്റ്. നോർവേ ഇസ് ദ റൈറ്റ് ആൻസർ. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന പ്ലേസ് ഏതാണ്? നോർവേ ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ എഴുതി. ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം എഴുതിയില്ല നമ്മള്? ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം, ന്യൂയോർക്ക്, നോർവേ. Land of the morning calm is Korea. Venice of the north is Stockholm. City of skyscrapers is New York. And fourth one, land of the midnight sun. അല്ലേ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം അല്ലേ? ശാന്തമായ പ്രഭാതമുള്ള ലാൻഡ്. ഓക്കെ, ഇതെന്താണ്? ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ അല്ലേ? ഇത് നിങ്ങൾക്ക് മാത്രമല്ല അല്ലെ, വീട്ടിൽ ആരെങ്കിലും എന്താണ് PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആണല്ലേ ഇത്. ഇങ്ങനത്തെ ഒക്കെ എന്താണ് PSC ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? ഫസ്റ്റ് വൺ ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം, എന്താണ്? ശാന്തമായ പ്രഭാതമുള്ള നാട് ഏതാണ്? അത് കൊറിയ. സെക്കൻഡ് വൺ വെനീസ് ഓഫ് ദ നോർത്ത്, സ്റ്റോക്ക്ഹോം. തേർഡ് വൺ സിറ്റി ഓഫ് സ്കൈസ്ക്രാപ്പേഴ്സ്, ന്യൂയോർക്ക്. ആൻഡ് ഫോർത്ത് വൺ ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ അല്ലേ? പാതിരാ സൂര്യന്റെ നാട് നോർവേ. ഓക്കെ, ക്ലിയർ? 4 എണ്ണം എഴുതിയില്ലേ? ഓക്കെ, ഇനി എന്താണ്? ഫിഫ്ത്ത് വൺ അല്ലേ? ഫോർബിഡൻ സിറ്റി. വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ഫോർബിഡൻ സിറ്റി അല്ലേ? അതാണ് ക്വസ്റ്റ്യൻ. ഏത് സിറ്റിനെയാണ് ഫോർബിഡൻ സിറ്റി എന്നറിയപ്പെടുക അല്ലെ? ഫോർബിഡൻ എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ്? ഫോർബിഡൻ, ഫോർബിഡൻ എന്ന് വെച്ചാൽ എന്താണ്? ഫോർബിഡൻ അറിയാമോ മോനെ ആദിദേവേ? എന്താണ് ഫോർബിഡൻ? നോ? ഓക്കെ, ഫോർബിഡൻ എന്ന് വെച്ചാൽ എന്താണ്? ഫോർബിഡൻ എന്ന് വെച്ചാൽ വിലക്കപ്പെടുക എന്നാണ്. വിലക്കപ്പെട്ട നഗരം, വിലക്കപ്പെട്ട നഗരം എന്നാണ് അതിന്റെ മലയാളം മീനിങ്. വിലക്കപ്പെട്ടെന്ന് വെച്ചാൽ എന്താണ്? തടസ്സപ്പെടുത്തുക അല്ലെ? നമ്മൾ അതിന് എന്ത് ചെയ്യുക? ഫോർബിഡൻ ചെയ്യുക അല്ലെ? അതിന് നമ്മള് എന്താണ് വിലക്കപ്പെട്ടെന്നുള്ളതിന്റെ മറ്റൊരു വേർഡ് എന്താണ് പറയാ? അതിന് നമ്മൾ വേണ്ടാന്ന് വെക്കുക അല്ലെ? അല്ലെങ്കിൽ അതിനൊരു റെസ്ട്രിക്ഷൻ എന്തെങ്കിലും വെക്കുക, അതിനെയാണ് ഫോർബിഡൻ എന്ന് പറയാ. എന്താണ് മോള് ദേവാഞ്ജന? അൺമ്യൂട്ട് ചെയ്ത മോളെ. എന്താണ് മോളെ? അറിയോ മോളെ? നോ? ഓക്കെ, അപ്പോ which is known as forbidden city. ആർക്കാ അറിയാം ആൻസർ? ഓക്കെ, ആദിദേവിന് അറിയാമെന്ന് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, ആദിദേവ് പറഞ്ഞ മോനെ. അൺമ്യൂട്ട് ചെയ്ത മോനെ. ലാസ. Lhasa. Okay, Lhasa is known as forbidden city. It is the right answer. Lhasa. Okay, LHASA. Okay. എന്ത് എഴുതണം? സ്പെല്ലിംഗ് എഴുതുമ്പോ കറക്റ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം കൊറിയ, വെനീസ് ഓഫ് ദ നോർത്ത് സ്റ്റോക്ക്ഹോം. സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എഴുതണം. ഓക്കെ, തെറ്റിക്കാൻ പാടില്ല. സിറ്റി ഓഫ് സ്കൈ സ്ക്രാപ്പേഴ്സ്, ന്യൂയോർക്ക്. ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ, നോർവേ. ഫിഫ്ത് വൺ ഫോർബിഡൻ സിറ്റി, വിലക്കപ്പെട്ട നഗരം. ദാറ്റ് ഈസ് ലാസ. ലാസ ഈസ് വിലക്കപ്പെട്ട നഗരം എന്നറിയപ്പെടുന്നത് ലാസയാണ്. LHASA. ലാസ ഓർ ലാസ എങ്ങനെയും പ്രൊനൗൺസ് ചെയ്യാം. ലാസ ഓർ ലാസ. ഓക്കെ, ദാറ്റ് ഈസ് ഫോർബിഡൻ സിറ്റി. ഓക്കെ, then sixth one, land of 10,000 lakes അല്ലേ? 10,000 എന്താണ്? 10,000 എന്താണ്? ലേക്സ് അല്ലേ? തടാകങ്ങളുള്ള നാട്. ലാൻഡ് ഓഫ് 10,000 lakes, 10,000 എന്താണ്? തടാകങ്ങളുടെ നാടല്ലേ? ലാൻഡ്. ലാൻഡ് എന്നുള്ള വേർഡ് അശ്വിൻ പറഞ്ഞ മാതിരി കര, ഭൂമി, നാട് എന്നൊക്കെ അതിന് മീനിങ് ഉണ്ട്. എന്താണ് ഷംവീൽ? Where are you, ഷംവീൽ? ഓക്കെ, എന്താണ് മോനെ?
അൺമ്യൂട്ട് ചെയ്ത മോനെ. അഞ്ചാമത്തത് എന്താണ്? അഞ്ചാമത്തെ ഫോർബിഡൻ സിറ്റി ലാസ, LHASA, ലാസ വിലക്കപ്പെട്ട നഗരം. LHASA, ലാസ is known as forbidden city. Okay, first one is Korea, second one Stockholm, third one New York, fourth one Norway, fifth one ലാസ, LHASA, ലാസ or ലാസ എങ്ങനെയും പ്രൊനൗൺസ് ചെയ്യാം, ലാസ. Okay, LHASA. Then sixth one, a land of 10,000 lakes അല്ലേ, 10,000 എന്താണ് ലേക്സ് ഉള്ള പ്ലേസ്, നാടല്ലേ. എന്താണ് 10,000 ലേക്സിന്റെ നാട് എന്നറിയപ്പെടുന്നത്. വാട്ട് ഡു മീൻ ബൈ ലേക്ക്? തടാകം അല്ലേ, ലേക്ക്. ലേക്കിന്റെ നാട് എന്നറിയപ്പെടുന്ന പ്ലേസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആർക്കെങ്കിലും അറിയോ ലാൻഡ് ഓഫ് 10,000 ലേക്സ്? നോ, ശ്രീദേവ് പറയുന്നുണ്ടല്ലേ മോനെ. ഓക്കെ, പറഞ്ഞ മോനെ അൺമ്യൂട്ട് ചെയ്തിട്ട്. ഫിൻലാൻഡ്. Okay, Finland. Finland is the right answer. Finland is known as a land of 10,000 lakes. Okay, Finland. Finland, Finland. Okay, Finland. Spelling correct ആയിട്ട് എഴുതണം. മോളെ കൃപ മേരി അബ്രഹാം എഴുതിയോ മോളെ? കൃപ മോളെ എഴുതുന്നില്ലേ മോളെ? എഴുതിയോ? ഓക്കെ, എന്താണ് മോളെ ലാൻഡ് ഓഫ് 10,000 ലേക്സിന്റെ ആൻസർ? ഫിൻലാൻഡ്. ഫിൻലാൻഡ്. ഓക്കെ, ലാൻഡ് ഓഫ് 10,000 ലേക്സ്, ഫിൻലാൻഡ്. ഓക്കെ, ക്ലിയർ? എഴുതിയോ എല്ലാവരും? ഓക്കെ, ഫിനിഷ്. ഓക്കെ, ഓക്കെ, ലിസൺ. കുറെ പേര് ഒന്നുകൂടെ പറയാൻ വേണ്ടി പറയുന്നുണ്ട്, നോക്ക, ലിസൺ ചെയ്യാ. ഫസ്റ്റ് വൺ എന്താണ്? കൊറിയ, ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം. എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ ലിസൺ ചെയ്യാ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം is known as Korea. Korea is the place of known as land of the morning calm. And second one, Venice of the North is known as Stockholm. Venice of the North, Stockholm, STOCKHOLM. സ്പെല്ലിംഗ് എന്താണ് അവിടെ തന്നിട്ടുള്ള ബോക്സിലുണ്ട്, തെറ്റിക്കാതെ കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് എഴുതണം. തെറ്റാണ് ടെക്സ്റ്റിൽ എഴുതി വെക്കുന്നതെങ്കിൽ അതാണ് പഠിക്കുക. ഓക്കെ, അപ്പൊ കറക്റ്റ് എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതണം. ഓക്കെ, ലാൻഡ് ഓഫ് വെനീസ് ഓഫ് ദ നോർത്ത്, സ്റ്റോക്ക്ഹോം. തേർഡ് വൺ, സിറ്റി ഓഫ് സ്കൈസ്ക്രാപ്പേഴ്സ് അല്ലേ, എന്താണ്? ന്യൂയോർക്ക് ആണ് അതിന്റെ ആൻസർ. NEWYORK, ന്യൂയോർക്ക്. ആൻഡ് ഫോർത്ത് വൺ, ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ, പാതിരാ സൂര്യന്റെ നാട്, നോർവേ ആണ്. NORWAY, Norway. Okay, NORWAY. And then fifth one, Forbidden City. Okay, Forbidden City. അത് ലാസയാണ്, LHASA, ലാസ ഓ ലാസ. ഓക്കെ, LHASA, ലാസ. അവിടെ ഉണ്ട്, സ്പെല്ലിംഗ് തന്നിട്ടുണ്ട്, LHASA, ലാസ. ഓക്കെ, then sixth one, land of the 10,000 lakes, land of 10,000 lakes, Finland, FINLAND, Finland. Christy, Sindo, Seba, why you both are off your video? Why? Christy, Sindo and Seba, please on your video. Okay, and land of 10,000 lake is എന്താണ്? Finland. And seventh one, land of the rising sun അല്ലേ, അത് എന്താണ്? കുറെ പേർക്ക് അറിയാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ നമ്മൾ പറഞ്ഞു. ദെൻ ലാൻഡ് ഓഫ് ദ റൈസിംഗ് സൺ അല്ലേ, എന്താണ്? ആരാണ് പറയുന്നത്? അശ്വിൻ. ഓക്കെ, അശ്വിൻ പറയുമോനെ. അശ്വിൻ. ജപ്പാൻ. ഓക്കെ, ജപ്പാനാണ് എന്താണ് ഉദയസൂര്യന്റെ നാട് എന്ന് അറിയപ്പെടുന്നത് അല്ലേ. പാതിരാ സൂര്യൻ നമ്മൾ പറഞ്ഞു അല്ലേ. ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ നമ്മൾ പറഞ്ഞു നോർവേ. ദെൻ ലാൻഡ് ഓഫ് ദ റൈസിംഗ് സൺ അല്ലേ, ഉദയസൂര്യന്റെ നാട് അല്ലേ, അത് ജപ്പാനാണ്.
JAPAN, ജപ്പാൻ. ഓക്കെ, കറക്റ്റ് ആയിട്ട് എഴുതണം എല്ലാരും. ഫാത്തിമ മെഹഫൂസ എഴുതിയോ മോളെ? ക്ലിയർ? ഓക്കെ, എന്തെങ്കിലും കിട്ടാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏതെങ്കിലും ഡൗട്ട് ഉണ്ട്, ഏതെങ്കിലും മിസ്സായി പോയി എങ്കിൽ ഏതാണെന്ന് ചോദിക്കുക. ഓക്കെ, then land of rising sun, Japan. Eternal city, 8th one, eternal city. Eternal city, which is known as eternal city? Okay, ആദിദേവ് പറയുന്നുണ്ടല്ലോ മോനെ eternal city. Okay, unmute ചെയ്ത് മോനെ. Rome. Okay, what do you mean by eternal? Eternal meaning എന്താണ് മോനെ? അറിയില്ല അല്ലേ? ഓക്കെ, എറ്റേണൽ സിറ്റി എന്ന് വെച്ചാൽ എന്താണ് അറിയോ? നിത്യനഗരം എന്നാണ് മീറ്റിംഗ്. നിത്യനഗരം, നിത്യഹരിത നഗരം എന്നൊക്കെ പറയില്ലേ, അതുപോലെ നിത്യനഗരം എന്നാണ് എറ്റേണൽ സിറ്റി. എറ്റേണൽ മീൻസ് അത് എന്താണ്? നിത്യമായിട്ടുള്ള ഒന്നാണ് നിത്യനഗരം, എറ്റേണൽ സിറ്റി. ഫോർബിഡൻ സിറ്റി, വിലക്കപ്പെട്ട നഗരം. എറ്റേണൽ സിറ്റി എന്താണ്? നിത്യനഗരം. ദാറ്റ് ഈസ് റോം. ഓക്കെ, eternal city is known as Rome. Rome is also known as eternal city. Okay, Rome, R-O-M-E, R-O-M-E, Rome. Okay, and Rose കിട്ടിയില്ല മോളെ? and Rose. Okay, okay. Then എന്താണ്? eternal city Rome. Then 9th one, playground of Europe. Playground of Europe. Which city is known as playground of Europe? യൂറോപ്പിന്റെ കളിസ്ഥലം അല്ലേ? playground of Europe. Which city is known as playground of Europe? ആർക്കെങ്കിലും അറിയോ? ഓക്കെ, ശ്രീദേവ് അറിയാമല്ലേ? ഓക്കെ, സൂര്യദേവ് പറയുന്നുണ്ടല്ലേ? ശ്രീദേവിനോട് ഒന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ മോനെ സൂര്യദേവിലേക്ക് പോയത്. ഓക്കെ, എന്താണ് മോനെ? ഓസ്ട്രേലിയ. ശ്രീദേവ്, ഇത് തന്നെയാണോ ശ്രീദേവും പറയാൻ പോകുന്നത്? ഓക്കെ, ശ്രീദേവ് പറഞ്ഞ മോനെ. സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, സ്വിറ്റ്സർലൻഡ് ആണ് കേട്ടോ മോനെ സൂര്യദേവ് ആൻസർ. സ്വിറ്റ്സർലൻഡ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ്. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന പ്ലേസ് ഏതാണ്? ദാറ്റ് ഈസ് സ്വിറ്റ്സർലൻഡ്. ഓക്കെ, സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, SWITZERLAND, സ്വിറ്റ്സർലൻഡ്. കൃപ മോളെ എഴുതി, മോളെ എപ്പ എഴുതിയത് മോളെ കൃപ? കൃപ അൺമ്യൂട്ട് ചെയ്ത് മോളെ കൃപ. എഴുതിയോ മോളെ? എപ്പ എഴുതിയത്? നേരത്തെ എഴുതി വെച്ചു മോളെ കൃപ? Can you hear me? കൃപ, മോൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ മോളെ? എന്താണ് പിന്നെ റിപ്ലൈ ഇല്ലാത്തത്? നേരത്തെ എഴുതിയാണോ അല്ല ഇപ്പാണോ ചെയ്യുന്നത് മോളെ? കൃപ പറയും മോളെ, എപ്പോഴാണ് എഴുതിയത്? നേരത്തെ എഴുതി വെച്ചതാണോന്ന്? Can you hear me? എന്നാലും റിപ്ലൈ പറയും മോളെ, എപ്പോഴാണ് എഴുതിയത്? ഇപ്പോഴാണോ എഴുതുന്നത് അല്ല നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചോ? ഇപ്പൊ എഴുതുന്നത്. Okay. I can't see your textbook because I asked you. Okay. Then എന്താണ്? Playground of Europe is Switzerland. And land of cakes. Land of cakes. Okay, 10th one, land of cakes. മുഹമ്മദ് നിഹാൽ. നിഹാലിനെ അറിയാന്ന് പറയുന്നുണ്ടല്ലേ? നിഹാൽ അൺമ്യൂട്ട് ചെയ്ത മോനെ. സ്കോട്ട്ലാൻഡ്. Okay, Scotland. Scotland is known as land of cakes അല്ലേ? കേക്കുകളുടെ നാടല്ലേ? ലാൻഡ് ഓഫ് കേക്ക്സ്, കേക്കുകളുടെ നാട് എന്നറിയപ്പെടുന്നത് സ്കോട്ട്ലാൻഡ് ആണ്. SCOTLAND. സ്കോട്ട്ലാൻഡ്, SCOTLAND, സ്കോട്ട്ലാൻഡ്. ഓക്കെ, സ്കോട്ട്ലാൻഡ് ഈസ് നോൺ ആസ് ലാൻഡ് ഓഫ്
കേക്ക്സ്, കേക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് സ്കോട്ട്ലാൻഡ് ആണ്. ഓക്കെ, then 11th one, ലാൻഡ് ഓഫ് കാങ്കരു, കങ്കാരുകളുടെ നാടല്ലേ, ലാൻഡ് ഓഫ് കങ്കാരു ഓർ കാങ്കരു. ഓക്കെ, ഓക്കെ ദേവാഞ്ജന. ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ അല്ലേ, നമുക്ക് അറിയാം അല്ലേ, ലാൻഡ് ഓഫ് കാങ്കരു ഓർ ലാൻഡ് ഓഫ് കങ്കാരു ഈസ് നോൺ ആസ് ഓസ്ട്രേലിയ അല്ലേ. കങ്കാരുകളുടെ നാട് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓസ്ട്രേലിയ. ഓക്കെ, then next one, land of the white elephant, land of the white elephant, വെള്ള ആനകളുടെ നാടല്ലേ, വെള്ളാനകളുടെ നാട്, which is known as land of white elephant. Okay, Adidev, unmute ചെയ്ത് മോനെ. തായ്ലാൻഡ്. Okay, Thailand. Thailand is known as land of white elephant. Okay, Thailand is വൈറ്റ് എലിഫന്റ്. land of the white elephant, വെള്ള ആനകളുടെ നാട്, land of white elephant. Okay, then next one, Emerald Island, Emerald Island, Emerald Island or Emerald Island is known as, which place is known as Emerald Island? Okay, Sridev. Okay, പറയുമോനെ ശ്രീദേവ്. എയർലാൻഡ്. Ireland അല്ലേ, Ireland is known as Emerald Island or Emerald Island. Okay, Ireland is known as Emerald Island or Emerald Island. Okay, then land of thunderbolts, thunderbolts, land of thunderbolt, thunderbolt കേട്ടിട്ടില്ലേ, thunderboltന്റെ land ഏതാണ് എന്നാണ് question, land of thunderbolt. Okay, thunderbolt കേട്ടിട്ടില്ലേ, എന്താണ് thunderbolt? Okay, എന്താണ് നിഹാൽ, land of thunderbolts? ഇടിമിന്നൽ. Okay, land of thunderbolts ഏതാണ്? Land of thunderbolt. ഇടിമിന്നൽ. Okay, which is the place? Okay, Ashwin, which is the place? ഭൂട്ടാൻ. Okay, Bhutan is known as land of thunderbolts. And 15th, last one. Last one. Land of the maple leaf. Land of the maple leaf. Maple leaf inde naad ഏതാണെന്നാണ് question. Land of the maple leaf is last one അല്ലേ. ഇനി ഒന്ന് മാത്രമാണ് അവിടെ ബാലൻസ് ഉള്ളത് അല്ലേ. ഏതാണത്? ഏതാണ് ശ്രീദേവ്? കാനഡ. Canada. Okay, right. Last one is Canada. Okay. Okay, അപ്പോൾ നമുക്കൊന്നും കൂടെ പറയാം. കിട്ടാത്തത് ഉണ്ടെങ്കിൽ fill ചെയ്യേ ഇപ്പം. Okay. First one, land of the morning calm is Korea. First one, land of the morning calm, Korea. Then second one, Venice of the North, Stockholm. Venice of the North, Stockholm. Third one, city of skyscrapers, city of skyscrapers, New York. And land of the midnight sun, land of the midnight sun is Norway. Then forbidden city, Lhasa. Land of 10,000 lakes, Finland. Then land of the rising sun, Japan. Eternal city, Rome. Playground of Europe, Switzerland. Land of cakes, Scotland. Land of kangaroo, Australia. Land of the white elephant, Thailand. Emerald Island, and that is Ireland. Okay. Land of thunderbolts, Bhutan. Land of the maple leaf, Canada. Okay.
ഇത് എന്ത് ചെയ്യണം? നോട്ടിലേക്ക് കാര്യമായിട്ട് എടുത്തെഴുതണം. ഓക്കെ. അപ്പൊ ഓരോ GK ക്ലാസ് കഴിഞ്ഞാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ടിലേക്ക് എടുത്തെഴുതണം. അത് എന്താണ്? നമ്മൾ കഴിഞ്ഞ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയിലൊന്നും എന്താണ് ഒന്നും എഴുതാനില്ല അല്ലെ? ഏതൊക്കെയാണ് ഓരോ സ്റ്റേറ്റിന്റെയും മാപ്പ് തന്നിട്ട് എന്താണ് നമ്പർ എഴുതാൻ വേണ്ടിയിട്ടാണുള്ളത്. ഓഡ് വണ്ണും ഒന്നും പ്രത്യേകിച്ചില്ല. സ്പെല്ലിംഗ് ബി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സ്പെല്ലിംഗ് ബി എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞിട്ടാണ് ഓഡ് വൺ ഔട്ട് വന്നത്. പിന്നെ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, വാട്സ് ഇൻ എ നെയിം. ഇത് എന്തായാലും നോട്ടിലേക്ക് എഴുതണം. ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം. ഓക്കെ, ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം എഴുതുക. ഏതാണ് പ്ലേസ് എന്ന് എഴുതുക. വെനീസ് ഓഫ് ദ നോർത്ത്. നിക് നെയിം, ഒറിജിനൽ നെയിം എന്ന് 2 കോളം എഴുതിയാലും മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എന്താണ് ദേവാഞ്ജന? എന്താണ് മോളെ? ഞാൻ നോട്ട്ബുക്കിൽ എഴുതി. എഴുതി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അഷിൻ, എന്താണ് അഷിൻ? വാട്സപ്പിൽ അയക്കണോ? വേണ്ട വേണ്ട, നോട്ടിലേക്ക് എഴുതി വെച്ചാൽ മതി. ഓക്കെ, നമ്മളിപ്പോ ക്ലാസ്സിൽ ചെയ്ത കാര്യമാണ് അല്ലേ? അപ്പൊ അത് എന്താണ്? സെബ, സെബ, സെബ മോൾ എന്താണ് വീഡിയോ ഓൺ ചെയ്യാത്തത്? സെബ അൺമ്യൂട്ട് ചെയ്തേ. ടീച്ചർ വീഡിയോ ഓണാണ്. വീഡിയോ ഓണാണ്. ബട്ട് ഐ കാൻ സീ യു. ഓക്കെ ഓക്കെ, ലിസൺ. അപ്പൊ ഇതെന്താണ്? നിക് നെയിം, ഒറിജിനൽ നെയിം എഴുതി 2 കോളം ആയിട്ട് എഴുതുന്നെങ്കിൽ എഴുതാം. ഇല്ലെങ്കിൽ പാരഗ്രാഫ് അല്ല സെന്റൻസ് വൈസ് എന്താണ് സെന്റൻസ് എഴുതാം. പിന്നെ എന്താണ് പ്ലേസിന്റെ നെയിമും എഴുതാം. അങ്ങനെ എഴുതാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ കോളം വൈസ് ഓർ സെന്റൻസ് വൈസ് എങ്ങനെ വേണമെങ്കിലും നോട്ടിലേക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്? ആൻ അമേസിംഗ് മെഷീൻ അല്ലേ നെക്സ്റ്റ് പോർഷൻ അല്ലേ? ഓക്കെ, റൈറ്റ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതൊന്ന് വായിച്ചിട്ട് വരിക. എന്താണ് അതിലെ കണ്ടന്റ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരിക അടുത്ത GK ക്ലാസ് ആവുമ്പോ. ഓക്കെ, വായിച്ചിട്ട് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോന്ന് നോക്കുക. ഓക്കെ ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? എന്തെങ്കിലും കിട്ടാതെ ഉണ്ടോ? ഇല്ലല്ലോ, ഇപ്പൊ പറഞ്ഞതിലെല്ലാം കിട്ടിയില്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മുമ്പത്തെ ക്ലാസ്സിലും എല്ലാം പറഞ്ഞിട്ടുണ്ട് അൺനെസസറി ചാറ്റിന്റെ ആവശ്യമില്ല എന്ന്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം ചാറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരോടും. ഓക്കെ, ദെൻ എന്താണ് ആൻ അമേസിംഗ് മെഷീൻ വായിച്ചിട്ട് വരിക. എന്താണ് അതിൽ നിന്ന് മനസ്സിലായെന്ന് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നോക്കുക അല്ലെ? നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെയൊക്കെയാണ് അല്ലേ? പക്ഷെ ഇതിലെന്താണ് പറയുന്നത്? നമ്മുടെ ബോഡീനെ കുറിച്ചാണല്ലേ പറയുന്നത്. ആൻ അമേസിംഗ് മെഷീൻ, അവർ ബോഡി ഈസ് ആൻ അമേസിംഗ് മെഷീൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ബോഡി എന്താണ്? അമേസിംഗ് ആയിട്ടുള്ള ഒരു മെഷീൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോ ഇതൊന്ന് വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാല് നമ്മുടെ ടൈം കഴിഞ്ഞു. ഓക്കെ.